നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഈ കത്തുന്ന സൂര്യന് താഴെ നമ്മുടെ കേരളം വെന്തുരുകുകയാണ്. ചൂട് റെക്കോർഡ് ഭേദിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ലോക മലേറിയ ദിനം കൂടിയാണ്. കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഒപ്പം വ്യക്തിഗത ശുചിത്വത്തിലൂടെയും നമുക്ക് മലേറിയക്കെതിരായ പ്രതിരോധം ശക്തമാക്കാം. ഇന്നും നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഉഷ്ണതരംഗ സാഹചര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇന്ന്. യോഗം ചേരുക 12 മണിക്ക് ഓൺലൈനായി. താപനില ഉയർന്നു തന്നെയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴ 2 ദിവസത്തിനകം ശക്തമാകും. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് വീണ്ടും മരണം. കുട്ടനാട്ട് വീട്ടമ്മ മരിച്ചു. പുതുവന വീട്ടിൽ ഇന്ദിരയ്ക്ക് പാമ്പുകടിയേറ്റത് ശുചിമുറിക്ക് സമീപം. ആന്റിവെനം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇറാൻ US രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് വഴിതെളിയുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജേർഡ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് തിരിച്ചു. നേരിട്ട് ചർച്ചയുണ്ടായേക്കില്ല. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗവും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളായ അധ്യാപകർക്ക് ഇന്ന് നിർണായകം. ഡോക്ടർ റാം, സംഗീത എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പ്രസ്താവം. നിതിൻ ജീവനൊടുക്കിയത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടെന്ന് പ്രതിഭാഗം. തൃശൂർ പൂരം നാളെ. ഇന്ന് 12 മണിയോടെ കൊമ്പൻ എറണാകുളം ശിവകുമാർ നേതിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ല. മുണ്ടത്തിക്കോട് ഇന്ന് അവസാനഘട്ട പരിശോധന. DNA പരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ബംഗളൂരു. ഗുജറാത്ത് ഓപ്പണർ സായി സുദർശന്റെ സെഞ്ചുറിക്ക് അർദ്ധ സെഞ്ചുറികളിലൂടെ മറുപടി നൽകി വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും. IPL-ൽ 800 4 അടിക്കുന്ന ആദ്യ ബാറ്ററായി കോഹ്ലി. ഇന്ന് 2 മത്സരങ്ങൾ. 3:30-ക്ക് ഡൽഹി പഞ്ചാബിനെയും രാജസ്ഥാൻ ഹൈദരാബാദിനെയും നേരിടും. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില മുന്നറിയിപ്പുണ്ട്. അടുത്ത 27-ാം തീയതിയോടെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം 11 മണിക്ക് ഓൺലൈനായാണ് ചേരുക. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല, അതേസമയം തന്നെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. മുഖ്യമന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉഷ്ണതരംഗം സാധ്യതയില്ലെങ്കിലും അതിശക്തമായിട്ടുള്ള ചൂട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് പോയിരുന്നു. ഇന്നത് ഇന്നലെ 41 ആയിരുന്നു. ഇന്ന് 40 ഡിഗ്രി ചൂട് ഇന്ന് അവിടെ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലും തൃശൂർ ജില്ലയിലും കോട്ടയം ജില്ലയിലും ശക്തമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുക എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിശക്തമായിട്ടുള്ള ചൂട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. 38 ഡിഗ്രിക്ക് മുകളിലാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിരുന്നു ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ നിലയ്ക്കുള്ള മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ശക്തമായിട്ടുള്ള ചൂട് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ഉഷ്ണതരംഗ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി, ഒപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ തുടങ്ങിയവർക്ക് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഓൺലൈനായിട്ടാണ് യോഗം നടക്കുക. 11 മണിയോടുകൂടി ഓൺലൈനായി ഈ യോഗം ചേരും. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും. ഇനി നടത്താനിരിക്കേണ്ട അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, മുൻകരുതൽ ഏത് വിധേന എടുക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാവും ഈ യോഗത്തിൽ ചർച്ചയാവുക. എന്തായാലും അതിശക്തമായിട്ടുള്ള ചൂട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വേനൽ മഴ അധികം താമസിയാതെ തന്നെ എത്തുമെന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. 27-ാം തീയതിയോടുകൂടി വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ദിവസങ്ങൾ, അതായത് ഇന്നും നാളെയും ഒക്കെയായി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നു. ഇടിയോടുകൂടിയ മഴയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്.
എബി, മറ്റൊരു കാര്യം, ഈ ചിറയൻകീഴ് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് DMO ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിൻ്റേതുണ്ടായിരുന്നത്. അത് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവിടെ ആന്റിവനം ഉണ്ടായിട്ടും ആ കുഞ്ഞിനത് നൽകിയില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണമായി തന്നെ ഉയർന്നത്. കുടുംബമാണ് ഈ ആരോപണം പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുഞ്ഞിന്റെ പിതാവ് തന്നെ ഈ കാര്യം സൂചിപ്പിക്കുകയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ആശുപത്രി വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ആ കുഞ്ഞിന് നൽകിയില്ല. പാമ്പ് കടിയേറ്റാണ് ചെന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ആശുപത്രി എത്തേണ്ട സാഹചര്യം, അതിനെക്കുറിച്ച് പോലും ആശുപത്രി അധികൃതർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായില്ല എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതിനുശേഷം രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പോലും ഇത് കണ്ടെത്താനോ തിരിച്ചറിയാനോ ആന്റിവനം നൽകാനോ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം തുടർന്ന് ശക്തമായിട്ടുള്ള ഛർദി കുഞ്ഞിനുണ്ടായതിനു ശേഷം ആണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമുണ്ടായത്. ഒരു റെഫറൻസ് മാത്രമാണ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് മാത്രമാണ് കുടുംബം മുന്നോട്ട് വെച്ച ഒരു ആരോപണമെന്ന് പറയുന്നത്. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ആശുപത്രിക്ക് എതിരെ കാണുകയും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം ആശുപത്രിക്കെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് DMO അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ ആശുപത്രി ആദ്യം നൽകിയത് രക്തപരിശോധന നടത്തിയിരുന്നു. രക്തപരിശോധനയിൽ പോലും പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആന്റിവണം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ പാമ്പ് കടിയേറ്റിട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അത് നൽകാതിരുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. പക്ഷേ ആ ഒരു വിശദീകരണം എന്തായാലും തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു ആദ്യ നിലപാട്. എന്തായാലും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് ആണ് സമർപ്പിക്കുക. ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ സൂപ്രണ്ടിനെതിരെ നടപടി അതുമായി ബന്ധപ്പെട്ട നിലയിലായിരിക്കും. ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് സംസ്ഥാനത്ത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ് വരുന്നത്. കുട്ടനാട്ടിൽ പാമ്പ് കടിയേറ്റ് വീട്ടമ്മ മരിച്ചു. പശ്ചിമഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്നലെയാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെ വീടിനു ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. നാട്ടുകാർ ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30യോടെയാണ് മരിച്ചത്. ആന്റിവനം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളായ അധ്യാപകർക്ക് ഇന്ന് നിർണായകമാണ്. ഡോക്ടർ റാം, സംഗീത എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി തങ്ങൾക്ക് ഒരു തരത്തിലും ബന്ധമില്ലെന്നും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ജോസഫ് ഉണ്ട് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി. ജോസഫ്, ഇന്ന് അധ്യാപകരുടെ ജാമ്യ ഹർജിയിൽ വിധി പറയും. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴും ഈ ഒളിവിൽ പോയ അധ്യാപകരെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മായ, തീർച്ചയായും ഇന്ന് അധ്യാപകരുടെ ഈ ജാമ്യ ഹർജിയിൽ ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതിയാണ് വിധി പറയുക. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാദങ്ങളിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. അതിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ സാക്ഷിമൊഴികൾ ഉൾപ്പെടെ വിശ്വസനീയമായ തെളിവുകൾ കണ്ടെത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അത് ശരിവെക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ വാദം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ 2 നിയമപ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. SC/ST അതിക്രമ നിയമപ്രകാരമുള്ള വകുപ്പുകളും അതുപോലെ തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റവുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് രണ്ടും നിലനിൽക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ മരണം ജീവനൊടുക്കുന്ന സംഭവവുമായി താങ്കൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും ഇത്തരത്തിൽ കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഡോക്ടർ റാം ഇത്തരത്തിൽ താൻ SC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് എന്ന രേഖകൾ കൂടി കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അത് വ്യാജരേഖയാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിവെച്ചിരുന്നു. അത്തരത്തിൽ കോടതിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഡോക്ടർ റാമിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും ഈ കുടുംബത്തിന്റെ ഇതിനോടകം തന്നെ കുടുംബത്തിന്റെ വാദവും കോടതി മുഖവിലക്കെടുത്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നൊരു നിർണായക വിധി ഉണ്ടാകുക. എന്തായാലും
ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ആ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 16 ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഇതുവരെയും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആഴ്ത്തുന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന് പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതെന്ന ചോദ്യമാണ് വിവിധയിടങ്ങളിൽ ശരി, അത് തന്നെയാണ്. ഇത്രയും ദിവസമായി അധ്യാപകർ ഒളിവിൽ പോയിട്ടും അന്വേഷണ സംഘത്തിന് അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നിതിൻ രാജിന്റെ മരണത്തിൽ ഈ അധ്യാപകർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് കൂടി നിർണായകമാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴിതെളിയുന്നു. ചർച്ചകൾക്കായി ഇറാൻ സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും സംഘത്തിലുണ്ട്. അമേരിക്കൻ സംഘവും ഇന്ന് പാകിസ്ഥാനിലെത്തും. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണറും അമേരിക്കൻ സംഘത്തിലുണ്ട്. ചർച്ച വിജയകരമെങ്കിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും പാകിസ്ഥാനിലെത്തുമെന്നാണ് സൂചന. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച ഉണ്ടാകില്ലെന്നാണ് സൂചന. സമാധാന നിർദ്ദേശങ്ങൾ ഇറാനും അമേരിക്കയും പാകിസ്ഥാനെ അറിയിച്ചേക്കും. പാകിസ്ഥാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ സമാധാന ഉടമ്പടി രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. തൃശൂർ പൂരം കോ-പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനും ഏതിനും ധർമ്മപ്രിയ, വിശ്വാസം ധർമ്മപ്രിയ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുള്ള പൂരവിളംബരം ഇന്നാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ കൊമ്പൻ എറണാകുളം ശിവകുമാർ നേതിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തും. വെടിക്കെട്ടില്ലാതെ മറ്റൊരു പൂരം എത്തുമ്പോൾ ആദ്യത്തെ പ്രധാന ചടങ്ങിനാണ് തൃശൂർ ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത്. ഹരീഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരീഷ്, മുണ്ടത്തിക്കോട്ടെ ദുരന്തം ഏൽപ്പിച്ചതിന്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ സമയത്താണ് വലിയ ആഘോഷങ്ങളില്ലാതെ ഇന്ന് പൂരവിളംബരം നടക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? മായ, തീർച്ചയായും ഇന്ന് 12 മണിയോടുകൂടി തന്നെ സഹ്യപുത്രൻ എറണാകുളം ശിവകുമാർ നേതിലക്കാവിലമ്മയെ തിടമ്പേറ്റി വന്ന ഈ തെക്കേ ഗോപുരനട, എനിക്ക് പുറകിൽ കാണുന്ന തെക്കേ ഗോപുരനട തുറന്ന് പുറത്തു വരുന്നതോടെ പൂരത്തിൻ്റെ വരവറിയിച്ചുള്ള പൂരവിളംബരം പൂർത്തിയായി. ഇന്നാണ് ഈ പൂരത്തിൻ്റെ വരവറിയിച്ചുള്ള പൂരവിളംബരം. സാധാരണ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കൊക്കെ നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഒരു തെക്കേ ഗോപുരനടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് വരും മണിക്കൂറുകളിൽ, കാരണം 12 മണിയോടുകൂടി തന്നെയാണ് ഈ ഒരു എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. 12 മണിക്ക് ഈ ഒരു പൂരവിളംബരം നടക്കുമ്പോഴേക്കും ഇവിടെ ആളുകൾ കൂടിയെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഈ ഒരു തെക്കേ നടയിൽ ഒരുക്കിയിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ നെയ്തിലക്കാവിൽ ഈ ഒരു അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. അവിടുത്തെ അകത്തെ പൂജകളും മേളവും കഴിഞ്ഞ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി നെയ്തിലക്കാവിലമ്മയെ നെയ്തിലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ആ ഒരു ചടങ്ങ്, പൂരത്തിനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ചടങ്ങ് കൂടി, ആദ്യത്തെ പ്രധാന ചടങ്ങ് കൂടിയാണ്. ഈ കൊടിയേറ്റത്തിന് ശേഷമുള്ള പ്രധാന ചടങ്ങ് കൂടിയാണ് ഈ ഒരു പൂര വിളംബരം എന്നുള്ളത്. പൂരത്തിൻ്റെ ഔദ്യോഗികമായി പൂരം എത്തിയെന്ന് ഔദ്യോഗികമായി ആ ആളുകളെ അറിയിക്കുന്ന ഈ ഒരു ചടങ്ങ് അത് അത്രയും പ്രസിദ്ധമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എറണാകുളം ശിവകുമാറാണ് ഈ ഒരു തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്നത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ വളരെയധികം വൈറലാണ്. തെക്കേ ഗോപുരം നടന്ന് പുറത്തേക്ക് വന്ന് ആളുകളെ അഭിവാദ്യം ചെയ്ത് പൂരവിളംബരം നടത്തുന്ന ആ ഒരു എറണാകുളം ശിവകുമാറും തിടമ്പേറ്റിയ ശിവകുമാറിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ അത് വലിയ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഇന്ന് അത് കാണാൻ തന്നെ നിരവധി ആനപ്രേമികൾ, ഒപ്പം തന്നെ മേളപ്രേമികളും പൂരപ്രേമികളും ഒക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു വെടിക്കെട്ട് അപകടം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ആളുകൾ എത്തും, അല്ലെങ്കിൽ എത്രത്തോളം ആവേശമുണ്ടാവുമെന്ന് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ട ഒരു സാഹചര്യം. ഹരീഷ്, ഈ മുണ്ടത്തിക്കോട് ഇന്നും തിരച്ചിൽ തുടരാൻ തന്നെയാണോ സാധ്യത? ഇന്നലെ നടത്തിയ തിരച്ചിലും ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പം DNA പരിശോധനാ ഫലം കൂടി ഇന്ന് പുറത്തു വരുമല്ലോ. തീർച്ചയായും തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ തിരച്ചിലിൽ ഓരോ ദിവസവും ഈ ഒരു ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു വെടിക്കെട്ടിൻ്റെ പ്രധാന ലൈസൻസി ആയിട്ടുള്ള സതീശൻ, മുണ്ടത്തിക്കോട് സതീശൻ മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതും ഏറ്റവും വലിയ ദുഃഖം ഉണർത്തുന്ന ഒരു വാർത്തയായി മാറിയിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളിൽ പലരും മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും പലരും ഗുരുതരാവസ്ഥയിൽ, അതായത് 90% മുകളിൽ പൊള്ളലേറ്റ് ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ
ഇതൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പൂരത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പൂരം നടത്തിപ്പുകാരെ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് വേണം. പക്ഷേ അവിടെ ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു റിമൈൻസ് കണ്ടെത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തിരച്ചിൽ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. മുണ്ടത്തിക്കൂടെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. പരമാവധി സ്ഥലങ്ങളിൽ അപകടം നടന്ന ആ പരമാവധി സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത്, അതിന് 1 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വരെ ഇത്തരത്തിലുള്ള റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നായ്ക്കൾ കടിച്ചു വലിക്കുന്ന രീതിയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാത്രമല്ല അതിന് മുൻപ് ഒരു ആളുടെ തല അവിടെ നിന്ന് കണ്ടെത്തി. ഇത്തരത്തിൽ പല ഭാഗങ്ങളായി ചിന്നിച്ചെറിയ പല ഭാഗങ്ങളാണ് നമുക്ക് മുണ്ടത്തിക്കോട് നിന്ന് കാണാൻ സാധിച്ചത്. ആ ഒരു അപകടം നടന്ന ചുറ്റിനുമുള്ള പാടശേഖരത്തിൽ നിന്ന് പല ഇടങ്ങളിൽ ശരി, എന്തായാലും മുണ്ടത്തിക്കോട് ഇന്നും പരിശോധന തുടരും. ഒപ്പം പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൂരവിളംബരം ഉച്ചയ്ക്ക് 12 മണിയോടെ തുടങ്ങും. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരത്തിൽ പൂരത്തിടംപേറ്റാൻ തൃക്കടവൂർ ശിവരാജു കൊല്ലത്ത് നിന്ന് യാത്ര തിരിച്ചു. തൃക്കടവൂരപ്പനെ വണങ്ങി ആരാധകരുടെ ആവേശം ഏറ്റുവാങ്ങിയാണ് ഗജരാജരത്നം ശിവരാജു പൂരങ്ങളുടെ ദേശത്തേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് യാത്ര. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിലമ്മയുടെ തിടംപേറ്റുന്നത് ഇത്തവണ തൃക്കടവൂർ ശിവരാജുവാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് തൃശൂരിലേക്കുള്ള ഈ യാത്ര. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. തെക്കൻ കേരളത്തിൽ ഏറെ ആരാധകരുള്ള ആനയും ശിവരാജുവാണ്. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ ഏക്കത്തുക 2.5 ലക്ഷം രൂപ ബോർഡിന് നൽകിയതും ശിവരാജുവിന്റെ ആരാധകരാണ്. പൂരങ്ങളുടെ പൂരമായ തൃശൂരിലേക്ക് ശിവരാജുവിനെ യാത്രയയക്കുന്ന സന്തോഷത്തിലായിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആനപ്രേമികൾ. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ആനപ്രേമികൾക്കും പിന്നെ ഇതിനുവേണ്ടി പൈസ അടച്ചിട്ടുള്ള ആനപ്രേമികളുണ്ട്, അവരോടും എല്ലാം സന്തോഷമായിട്ട്. കടവൂർ ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. എട്ട് കരയിലെയുള്ള ഭക്തജനങ്ങൾ ശിവരാജന്റെ ആഹ്ലാദത്തിലാണ്. എൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ശിവരാജു തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്ത് തിടമ്പെടുത്ത് വരിക എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൃക്കടവൂരപ്പനെ വണങ്ങി അനുമതി വാങ്ങി ശിവരാജു തൃക്കടവൂരിന്റെ മണ്ണിൽ നിന്നും തൃശൂരിലേക്ക് യാത്ര തിരിച്ചപ്പോൾ യാത്രയാക്കാനായി ആരാധകരുടെ തിരക്കായിരുന്നു. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആബാലവൃദ്ധം ആരാധകരും. ശിവരാജുവിന്റെ ഓരോ ചുവടും ഇനി പൂരത്തിന്റെ താളത്തിലേക്കാണ്. അമൃത ന്യൂസ്, കൊല്ലം. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള എംപിമാർ പാർട്ടി പിളർത്തി BJPയിൽ ചേർന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആം ആദ്മി. കൂടുതൽ നേതാക്കളുടെ രാജി തടയുന്നതിനും ഒപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കാനും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ എംപിമാർക്ക് പിറകെ MLAമാരും പാർട്ടി വിടുന്നത് തടയാനുള്ള നീക്കമാണ് ആം ആദ്മി നേതൃത്വം നടത്തുന്നത്. ഭരണഘടനാപരമായ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തി ആം ആദ്മിയുടെ രാജ്യസഭാ എംപിമാരിൽ സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ് ഉൾപ്പെടെ 2/3 ഭാഗവും BJPയിൽ ലയിക്കുമെന്നാണ് രാഘവ് ചദ്ദ വ്യക്തമാക്കിയത്. ഈ ചൂട് കൂടിയതോടെ ജ്യൂസ് കടകളിൽ കച്ചവടം തകൃതിയാണ്. ചൂടിൽ ഉള്ളൊന്ന് തണുപ്പിക്കാൻ എത്തുന്നവർക്കായി വിവിധ തരത്തിലുള്ള ജ്യൂസുകളുമായി കച്ചവടക്കാരും റെഡി. വലിയ തിരക്കാണ് തലസ്ഥാനത്തും മറ്റ് പല കടകളിലും അനുഭവപ്പെടുന്നത്. പൊള്ളുന്ന വേനൽ ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. ഈ ചൂടിൽ നിന്നും രക്ഷ നേടാൻ തലസ്ഥാനവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ജ്യൂസ് സ്റ്റോളുകളെയാണ്. ആ കാഴ്ചകളിലേക്ക്. ഫ്രൂട്ട് സലാഡ്, ജംബോ ജ്യൂസ്, വിവിധ തരം ഷാർജകൾ, ഷേക്കുകൾ, അങ്ങനെ ഉള്ളു തണുപ്പിക്കാനുള്ളതെല്ലാം ജ്യൂസ് സ്റ്റോളുകളിലുണ്ട്. ചൂട് കൂടിയതോടെ ജ്യൂസ് കടകളിലെ തിരക്കും കൂടി. ഇപ്പോൾ വേനലായിട്ട് നല്ല കച്ചവടമുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്കെല്ലാം നല്ല കച്ചവടമുണ്ട്. ആൾക്കാരെ പുറത്ത് ഇറങ്ങല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും നല്ല കച്ചവടമുണ്ട്. ഇപ്പോൾ ചൂടത്ത് ഹെൽത്തി ഓപ്ഷനുകൾ തേടി എത്തുന്നവരും ഒരുപാടുണ്ട്. ഇപ്പോൾ എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കി തുടങ്ങി. ഇപ്പോൾ ഫ്രഷ് ജ്യൂസിലോട്ട് എല്ലാവരും മാറിയിട്ടുണ്ട്. ABC ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതെല്ലാം നല്ല ഡിമാൻഡായിട്ട് പോകുന്നുണ്ട്. ഹെൽത്തിയാണ് ഇപ്പോൾ എല്ലാവരും. എത്ര വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹം. അവിടെ ആശ്വാസമാകുന്നത് ഇത്തരം കടകൾ തന്നെയാണ്. ABC ജ്യൂസും ആംല ജ്യൂസും ഒക്കെ ഹെൽത്തിയുമാണ്, ഒപ്പം വെറൈറ്റിയുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ചൂട് കൂടിയതോടെ മത്സ്യലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ്, ഒപ്പം വില കൂടുകയും ചെയ്തു. കോഴിക്കോടിന്റെ ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോൾ മീൻ കിട്ടാക്കനിയാണ്. ചൂട് കൂടിയതോടെ ഈ മത്സ്യങ്ങൾ കൂട്ടമായി ആഴക്കടലിലേക്ക് ഉൾവലിയുന്നതാണ് പ്രധാന പ്രശ്നം. ചൂട് കൂടിയതോടെ മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ്. ക്ഷാമവും തുടങ്ങി. 20-30 മത്സ്യത്തൊഴിലാളികളുമായി പോകുന്ന ബോട്ടുകൾക്ക് പോലും ചിലവിനുള്ള മത്സ്യം പോലും ലഭിക്കുന്നില്ല. ഇതോടെ പലരും മീൻപിടുത്തം നിർത്തി. കടൽ ചൂടായതാണ് മത്സ്യങ്ങൾ തീരം വിടാനുള്ള പ്രധാന കാരണം. ചൂട് കാരണം തീരെ പണിയില്ലെന്ന് തന്നെ പറയാം. വളരെ മോശപ്പെട്ട രീതിയിലാണ് മത്സ്യബന്ധനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പോണ ചെലവ് വരെ വെള്ളക്കാർക്ക് കിട്ടുന്നില്ല. വളരെ പ്രയാസത്തിലേക്കുള്ള പോക്കാണ് മത്സ്യത്തൊഴിലാളികളെ പോക്ക്. പിന്നെ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ മീൻ നിൽക്കും? മത്സ്യം ലഭിക്കാതായതോടെ വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. മത്തിക്ക് കിലോയ്ക്ക് 200 മുതൽ 250 രൂപ വരെയാണ് വില. അയല 300, അയക്കൂറ 1500, നെയ്മീൻ 600, ചെമ്മീൻ 300, കടുക്ക 300 എന്നിങ്ങനെയാണ് വിപണി വില. മീൻ ഇവിടെ മലയാളിമാർ ലൈലം വിളിച്ച് കൊണ്ടുവരണതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓല് പറഞ്ഞ വിലക്ക് നമ്മൾ വാങ്ങും. അതിൽ കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വെക്കും. തോനെ വന്നാൽ വില കുറയും. കുറച്ചാണെങ്കിൽ അത് കുറച്ചിനെ പിടിക്കാനായിട്ട് പോവുക, പെട്രോളും കത്തിച്ചിട്ട് ഡീസലൊക്കെ ആയിട്ട് പുറങ്ങളോളം പുറത്ത് പോയിട്ട് വരിക. അപ്പോൾ കുറച്ച് മീനാകുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങി വിൽക്കും. ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി, ചോമ്പാല ഹാർബറുകളിൽ നിന്നുമാണ് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്കടക്കം മീൻ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഹാർബറുകളിൽ നിന്നും മീൻ പിടിക്കാനായി പോകുന്ന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട മീൻ കടകൾ പലതും ഇപ്പോൾ തുറക്കാറുമില്ല. ഗ്യാസ് പ്രതിസന്ധിക്കൊപ്പം മീൻ വില കൂടിയത് ഹോട്ടൽ മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ കൊതുകുകടിയിലൂടെ പകരുന്നൊരു പ്രധാന പകർച്ചവ്യാധിയാണ് മലേറിയ അഥവാ മലമ്പനി. വിട്ടുവിട്ടുള്ള വിറയലോട് കൂടിയ പനി, ശക്തമായ ശരീരവേദന, തലവേദന, ഛർദി എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. മലമ്പനി ബാധിത മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ രോഗം പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോക മലേറിയ ദിനമാണ്. കൊച്ചി അമൃത ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശോഭ ജോർജ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് ഏപ്രിൽ 25. ലോകമെമ്പാടും വേൾഡ് മലേറിയ ഡേ ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. മലേറിയ അഥവാ മലമ്പനി എന്ന രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അത് നിയന്ത്രിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമായിട്ട് ആഗോളതലത്തിൽ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മലേറിയ. അനോഫിലസ് കൊതുകുകളുടെ കടിയിലൂടെ പ്ലാസ്മോഡിയം പാരസൈറ്റ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മലേറിയ ഉണ്ടാകുന്നത്. വിട്ടുവിട്ടുള്ള വിറയലോട് കൂടിയ പനി, ശക്തമായ ശരീരവേദന, തലവേദന, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രക്തപരിശോധനയിലൂടെ മലേറിയ സ്ഥിരീകരിക്കാം. കൃത്യമായി മരുന്ന് കഴിച്ചാൽ അസുഖം പൂർണ്ണമായി ഭേദപ്പെടും. ശരിയായ ചികിത്സ എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. കേരളത്തിൽ മലേറിയ കേസുകൾ അത്രയധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലായിരുന്നു. എന്നാൽ ഈയിടെയായി നമ്മുടെ നഗരങ്ങളിൽ, ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അതിഥി തൊഴിലാളികൾ അഥവാ മൈഗ്രൻ്റ് വർക്കേഴ്സ് യാത്ര കഴിഞ്ഞ് അവരുടെ നാട്ടിൽ നിന്നും തിരിച്ചെത്തിയിട്ട് ഈ അസുഖം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മലേറിയ ഇല്ലാതാക്കുവാൻ നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമതായി, കൊതുക് വളരുവാൻ സാഹചര്യമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. പിന്നെ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ടാങ്കുകൾ അടച്ചു മൂടി വയ്ക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കുവാനായിട്ട് നാം കൊതുക് വല ഉപയോഗിക്കുക. ഉചിതമായ വസ്ത്രങ്ങൾ ധരിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് കൊതുകിൻ്റെ സാന്ദ്രത കുറയ്ക്കുകയും മലേറിയ തടയുകയും ചെയ്യാൻ സാധിക്കും. മലേറിയ ഇല്ലാതാക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ രോഗം തുടച്ചു മാറ്റുവാൻ സാധിക്കും. കണ്ണൂർ കേളകത്ത് മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മഠത്തിൽപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയെയാണ് മകൻ ക്രിസ്റ്റി കൊലപ്പെടുത്തിയത്. രാത്രി 10:30-ഓടെയായിരുന്നു സംഭവം. ഗീതമ്മയുമായുള്ള വാക്കുതർക്കത്തിന് ഒടുവിൽ കിടപ്പുമുറിയിൽ വെച്ചാണ് മകൻ ആക്രമിച്ചത്. കൊലപാതകത്തിന് ശേഷം സമീപവാസിയായ യുവാവിനെ വിളിച്ചുവരുത്തി സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് കീഴടങ്ങി. കേളകം പോലീസ് എത്തിയാണ് ഗീതമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മൃതദേഹം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മഹിളാ മോർച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഗീതമ്മ.
തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി അഭിലാഷ് ആർ നായർ അന്തരിച്ചു. വൈകിട്ട് 3 മണിവരെ ഇന്ന് വീട്ടിലും 4 മണിവരെ DCC ഓഫീസിലും പൊതുദർശനം നടത്തും. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് ശാന്തി കവാടത്തിൽ. അനധികൃതമായി തിരുവനന്തപുരത്ത് താമസിച്ചു വന്ന ഒരു ബംഗ്ലാദേശി യുവതി കൂടി പിടിയിൽ. നേരത്തെ 2 പേർ പിടിയിലായിരുന്നു. മലയൻകീഴ് മണപ്പുറത്ത് നിന്നാണ് പിടികൂടിയത്. ബംഗ്ലാദേശ് സ്വദേശിനി അത്തർ തുമ്പ ആണ് പിടിയിലായത്. 2 മാസമായി ഇവർ തിരുവനന്തപുരത്തുണ്ട്. മലയൻകീഴ് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തി ഇവരെ പിടികൂടിയത്. വേനൽച്ചൂട് കൊടുമ്പിരി കൊള്ളുന്നതോടൊപ്പം വീടിനുള്ളിൽ വരെ എത്തുന്ന പാമ്പുകൾ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. ഇന്നും പാമ്പുകടിയിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ട വാർത്ത പുറത്തുവരികയാണ്. ഈ വിഷയം തന്നെയാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. കാണാം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വേനൽ ചൂട് അതികഠിനമായി ഉയരുന്നു. ചൂടും വെയിലും മാത്രമല്ല, വീടിനുള്ളിൽ വരെ എത്തുന്ന പാമ്പുകളാണ് ഇപ്പോൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു, മരണവും സംഭവിക്കുന്നു. അൽജോ, ദിക്ഷൽ അങ്ങനെ കുഞ്ഞു ജീവനുകളാണ് പൊലിയുന്നത്. സൂര്യാഘാതം ഏൽക്കുന്നവരുടെ എണ്ണവും ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയാണ്. ഈ വേനൽക്കാല റിപ്പോർട്ടുകളൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ വിഷയമാണ് ഇന്നത്തെ വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ വേനൽക്കാലമാണ്. നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും വേനൽക്കാലത്തിൻ്റെ ഒരു കാലാവസ്ഥാ വ്യതിയാനം മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം നമ്മൾ നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ സൂര്യാഘാതം ഏൽക്കുന്നവരും സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് ഈ വീടിനുള്ളിൽ പാമ്പ് കയറി കടിച്ച, അതും കുഞ്ഞു കുട്ടികളെ പാമ്പ് കടിച്ച് മരണപ്പെട്ട ജീവനഷ്ടമായിട്ടുള്ളതാണ്. ആദ്യം തൃശ്ശൂരിൽ ഒരു വീട്ടിലെ 2 കുട്ടികളെ കടിക്കുന്നു. അതിലൊരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നു. ഒരു കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഇന്നലെയാണ് ചിറയൻകീഴിൽ ഒരു 8 വയസ്സുകാരനെ അതിദാരുണമായി പാമ്പ് കടിച്ച് ആ കുട്ടിക്കും ജീവൻ നഷ്ടമാകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പാമ്പുകളെ അല്ലെങ്കിൽ ഇഴജന്തുക്കളെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുകയും മഴക്കാലത്താണ്. അതേപോലെ മഴക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യൻ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ വേനൽക്കാലത്തേക്ക് വരുമ്പോഴും നമ്മൾ മഴക്കാലം പോലെ തന്നെ അതിജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതല്ലേ ഈ വേനൽക്കാല റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അമ്പിളി പറഞ്ഞതുപോലെ ഈ പാമ്പുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ക്ഷുദ്രജീവികൾ എന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പൊതുവെ പറഞ്ഞ് അതിനകത്ത് പെടുത്തുന്ന ജീവികളാണ്. ഒരു പക്ഷേ ഈ ക്ഷുദ്രജീവികളിൽ തന്നെ നമ്മൾ ഏറ്റവും ഭയക്കുന്നതും ഒരു പക്ഷേ ഈ പാമ്പുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെയാണ്, ഇഴജന്തുക്കളെയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പാമ്പ് കടി അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നതല്ല, നേരത്തെ തന്നെ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഉണ്ടായിരുന്നു, മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആ എണ്ണത്തിലോ ഒന്നും ഒരു കൂടുതൽ എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായി ഈ പാമ്പ് കടി ഏൽക്കുന്നുണ്ടോ എന്നൊരു ചിന്ത പ്രധാനമായും വരുന്നത്. നമുക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പാമ്പ് കടി എന്ന്, ഈ പാമ്പിനെ നമുക്ക് മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പരിധിയിൽ പെടുത്താവുന്ന ഒന്നാണ്. കാരണം പാമ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും മനുഷ്യരോട്ട് അത്ര ഇണങ്ങാത്ത ഒരു ജീവിയാണ്. സ്വാഭാവികം അതിനെ വളർത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ കൂടിയും പൊതുവെ മനുഷ്യരുമായി ഒട്ടും ഇണങ്ങാത്ത ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആന അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയൊക്കെ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്ന് കാണാനോ ഒരു ദൂരെ നിന്നൊന്ന് കാണാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് പ്രതിരോധിക്കാനോ ഉള്ള ഒന്ന് ഓടി മാറാനുള്ള ഒരു ചാൻസെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പാമ്പെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ 8 വയസ്സുകാരുടെയും കാര്യത്തിൽ ഇത് കടിച്ചത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇത് അറിയുന്നു പോലുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അമ്പിളി പറഞ്ഞതുപോലെ ഈ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അഭിപ്രായം പറയുന്നുണ്ട്. ഈ ചൂടുകാലമായതുകൊണ്ട് പാമ്പ് ശീതരക്തമുള്ള ഒരു ജീവിയാണ്. ചൂടുകാലമായതുകൊണ്ട് ഇത് തണുപ്പ് തേടിയാണ് എത്തുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളെല്ലാം മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അത് ഈ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്താം എന്ന ഒരു സാഹചര്യം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളൊരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ജാഗ്രതയാണ് ഒരു പക്ഷേ ഇപ്പോൾ പേപ്പട്ടി കടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായി നമ്മൾ ശ്രമിക്കാറുണ്ട്. പട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേപ്പട്ടികൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക, വേസ്റ്റൊക്കെ മാറ്റുക, മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ നടത്തുക. അതുപോലെ സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിനെ പ്രതിരോധിക്കാനുള്ള രീതിയാണ് നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ വനം വകുപ്പായാലും ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് 650 ഏകദേശം 700-നടുത്ത് പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രതിരോധ സംവിധാനത്തിലെ പാളിച്ച അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിലൊരു അഭാവമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 2 കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിലും ഒരു കുട്ടിയുടെ വീട് ഈ വനാതിർത്തിയോട് ചേർന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലത്ത് നമുക്കിതിനെ മാറ്റി നിർത്താനാവില്ല. ഇന്നലത്തെ കുട്ടിയുടെ കേസ്, ഈ ചിറയൻകീഴിലെ കുട്ടി എടുക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട വീട്ടിലൊരു അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ്, ഷീറ്റ് വെച്ച് മറിച്ചാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ സ്വാഭാവികമായും ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ വീടിനകത്തേക്ക് കയറുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു പക്ഷേ വീട്ടിലേക്ക് പാമ്പ് അകത്തേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ അടച്ചുറപ്പില്ലാത്ത വളരെ സാധാരണയായി ജീവിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. അപ്പോഴും നമ്മൾ ഈ സ്വപ്ന പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിരോധ സംവിധാനം ഇനി അങ്ങോട്ടുള്ള കാലം, കാരണം ഇനി ഈ കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കൂടും, ഇതുപോലുള്ള ആശങ്കകൾ ഉണ്ടാകും. അപ്പോൾ സർക്കാർ സംവിധാനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. ഈ സർപ്പ ആപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വനംവകുപ്പ് പറഞ്ഞ സർപ്പ ആപ്പ്, അതുപോലെ തന്നെ ഈ ദ്രുതകർമ്മ സേനയുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ അവിടെയും നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഈ ആൻറ്റിവനം വെക്കുന്നതിലുള്ള പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ നേരിട്ട് ഉടനെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആൻറ്റിവനം വെക്കുന്ന രീതിയൊന്നുമില്ല, പ്രോട്ടോകോൾ ഉണ്ട്. ഇന്നലത്തെ മരണത്തിലും അങ്ങനെയാണ് പറയുന്നത്. കാരണം ആ കുട്ടിക്ക് ആൻറ്റിവനം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരടക്കം പറയുന്നത് അങ്ങനെ അതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ. പക്ഷേ ഈ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് നമുക്കങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഈ പ്രോട്ടോകോൾ മാറ്റി നിർത്തിയതിന് ശേഷം മറ്റ് രക്തപരിശോധനകളിലേക്ക് അടക്കം പോകുന്നതിന് മുൻപ് ഈ ആൻറ്റിവനം നമ്മൾ അവർ പറയുന്ന ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആൻറ്റിവനം എടുക്കണമെന്നതാണ്. പക്ഷേ ഈ ദിക്ഷലിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താണ് കടിച്ചത്, വേറെ വല്ല ജീവിയുമാണോ കടിച്ചത്, ആ രീതിയിൽ ഇത് വൈകും തോറും ഈ കുഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാമ്പിൻ്റെ വിഷം പല രീതിയിലാണ്, പല ശ്വാസകോശത്തിന് എഫക്റ്റ് ചെയ്യാം, എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇത് എഫക്റ്റഡ് ആകുന്നത്. ചിലപ്പോൾ കിഡ്നി ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് സർക്കിൾ, അണലിയൊക്കെ ബ്ലഡ് ക്ലോട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പാമ്പുകളും കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യരും, കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്ഡ് ആയി വരുന്ന ആ ടൈം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ രീതിയിലായിരിക്കും ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അടക്കം ബാധിക്കുന്നത്. മാത്രമല്ല ഈ എല്ലാ പാമ്പുകളും ഇങ്ങനെ ഇത്തരത്തിൽ വിഷമുള്ളതാണ് ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല. 101 ഇനങ്ങൾ പാമ്പുകളുണ്ടെന്ന് പറയുന്നു. ഒരു 5-6 ഇനങ്ങളാണ് ഏറ്റവും ഭയങ്കര നമുക്കൊരു ഡേഞ്ചറായിട്ട് നമുക്ക് മനുഷ്യർക്ക് ജീവൻ അപകടം. അത് മാത്രമല്ല ഇപ്പോൾ ഇര തേടിയതിന് ശേഷമാണ് ഈ പാമ്പ് കടിക്കുന്നതെങ്കിൽ അത് ആ വിഷം കുറവായിരിക്കും എന്ന് പറയും. ഇതിനെ നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് എന്നും അങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുടെ കേസ് ആലോചിക്കുകയാണെങ്കിൽ ഈ പാമ്പ് ഇതിനകത്ത് കയറി ഇവരുടെ കിടക്കയിലൂടെ ഇഴഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ഇതിൻ്റെ മേത്ത് കാല് തട്ടുകയോ തൊടുകയോ ചെയ്തപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിൽ കടിച്ചതായിരിക്കും. അതുപോലെ ചില ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആദ്യം മരിച്ച കുട്ടിയുടെ ആ 8 വയസ്സുകാരൻ്റെ അത് പാമ്പ് ഉറക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ തുടങ്ങി, ഉറക്കത്തിലാണ് സംഭവിച്ചത്. അതിൻ്റെ കണ്ണൊക്കെ വന്ന് വീർത്ത് ഉണർന്നിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ബോധമുണ്ടാകും, എന്നെ എന്തോ അറിയാൻ പറ്റില്ല. ഇത് ഉറക്കത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന്, എന്നാൽ രണ്ടാമത്തെ ദിക്ഷലാണെങ്കിൽ തന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞവൻ ഉണർന്ന് എണീറ്റ് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ കുട്ടിയുടെ കേസ് കുറച്ചും കൂടി ദാരുണമായി പോയി. കാരണം ഇത് പാമ്പ് കടിച്ചൊന്നും അറിയാതെ ഈ പറഞ്ഞതുപോലെ മുഖമൊക്കെ ഇത് വീർത്ത് രാവിലെ നമ്മുടെ ഒപ്പം കിടക്കുന്ന കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പ്രാഥമികമായി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഈ പാമ്പുകൾ കടന്നു വരാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് എടുത്തു പറയാനുള്ളത്. പ്രധാനമായും ഈ എലികൾ, തവളകളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അതിനെ പിടിക്കാനായി പാമ്പ് ഉണ്ടായിരിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ജൈവ ശൃംഖലയുടെ ഭാഗമാണ് അത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഈ കുട്ടിയുടെ ദിക്ഷലിൻ്റെ വീട്ടിൽ ഷെഡിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ
നമ്മൾ നമ്മുടെ കണ്ണ് കാഴ്ച എത്തണം. നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കാഴ്ച എത്തണം. എന്താണ് അവിടെ ഒരു മേശയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കട്ടിലിട്ടിരിക്കുന്നു, അതിനിടയ്ക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എത്തി ഒറ്റ നോട്ടത്തിലെങ്കിലും നമുക്ക് അവിടെ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സാധനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ട് ഈ കട്ടിലിനടിയിൽ കുറേ സാധനങ്ങൾ കയറ്റി വെച്ച് അല്ലെങ്കിൽ അലമാരിക്കിടയിൽ കുറച്ച് സാധനങ്ങൾ കയറ്റി വെച്ച് അങ്ങനെ കൺജസ്റ്റഡായി, ചെറിയ വീടാണ്, സ്വാഭാവികമായും ഉള്ള ഇടം നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. സ്വയം ജാഗ്രത ഇക്കാര്യത്തിൽ കൈവരിക്കേണ്ടതാണ്. വീണ്ടും ഈ ആദ്യത്തെ കുഞ്ഞ് മരിച്ച ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രതിശരീരം കൊണ്ടുവന്ന ശേഷം 4 പ്രാവശ്യമാണ് പിന്നെയും ആ പാമ്പിന് അപ്പോൾ പാമ്പ് ഈ പറഞ്ഞ ഒരുമിച്ച് മുട്ടയിട്ട് പെട്ടെന്ന് വിരിയുന്ന ഒരു സമയം കൂടി, വിഷപ്പാമ്പുകൾ വിരിയുന്ന സമയം കൂടിയാണെന്നാണ് ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. അതെ, അപ്പോൾ സ്വാഭാവികമായും അതിന് വരാനുള്ള അതുപോലെ ഈ തവള, ഈ എലി, ഇതിൻ്റെയൊക്കെ സ്മെല്ല് സെൻസ് ചെയ്ത് ഒരു പക്ഷേ അതിൻ്റെ ഒരു സാധനം തിരിച്ചറിഞ്ഞ് ഇതിന് വരാനുള്ള ആ റൂട്ട് വരാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു കഴിവും കൂടി ഈ പാമ്പുകൾക്കുണ്ടെന്ന് ഈ വിദഗ്ധരെല്ലാം അവകാശപ്പെടുകയാണ്. പ്രതിരോധം മാറ്റി നിർത്തിയാൽ ഈ പാമ്പ് കടിച്ചു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്നതായിരിക്കും. എങ്കിൽ കൂടിയും നമ്മൾ എത്ര ആശങ്കപ്പെടേണ്ട എന്നൊക്കെ കരുതിയാലും പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വെപ്രാളവും ഓട്ടവും ബഹളമൊക്കെയാണ്. പക്ഷേ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സാഹചര്യത്തിൽ ഈ ആർക്കാണോ കടിയിട്ടത് അവരെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം, കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ രീതിയിൽ അവരെ ജസ്റ്റ് നമ്മൾ ടെൻസ്ഡ് ആവും തോറും ഈ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടും. പെട്ടെന്ന് കൂടുതൽ ഓർഗനുകളിലേക്കും സെല്ലുകളിലേക്കൊക്കെ ഈ വിഷത്തിൻ്റെ ഇത് എത്തുമെന്നാണ്. സോ അവരെ കംഫേർട്ട് ചെയ്യാനുള്ള ആ ഒരു ശ്രമങ്ങളാണ് ഒരു പക്ഷേ ആദ്യം നടത്തുന്നത്. ചില ഉടനടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും ഈ വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ ഈ വനം വകുപ്പ് വിദഗ്ധരൊക്കെ പറയുന്നത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ചുള്ള നമ്മൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വേനൽക്കാലമാണ്, കുട്ടികളെല്ലാം പുറത്തിറങ്ങി അവർ വേണ്ടുവോളം കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക, ഒപ്പം തന്നെ അതിൻ്റെ ജാഗ്രത നമ്മൾ തന്നെ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാഥമികമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാമ്പുമായൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം വ്യാജ പ്രചരണങ്ങൾ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പം ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമാനമായിട്ട് ഒരുപാട് ഒരുപാട് പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പണ്ടാണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ടൊക്കെ അതിൻ്റെ വിഷം എടുപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഭാഗം ഓപ്പൺ ചെയ്ത് ആ ബ്ലഡ് ചീറ്റി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പാമ്പ് കടിച്ചാൽ ആ പാമ്പിനെ അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. അതെ, പക്ഷേ എക്സ്പേർട്ടുകളായിട്ടുള്ള ഡോക്ടർമാർ ഈ മുറിവിൻ്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു അത് നോക്കിപ്പോലും ഏത് പാമ്പ് കടിച്ച് അത്തരത്തിലുള്ള പറയുന്ന ഡോക്ടർമാരും അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഡോക്ടർമാരും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കടിയേറ്റു എന്ന് മനസ്സിലായി നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആൻറ്റിവനം ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈ വ്യക്തികളെ എത്തിക്കുക. അതും കൂടുതൽ ദേഹമൊന്നും അനക്കാതെ ഒരു പക്ഷേ കിടക്കുന്ന രീതിയിലാണെങ്കിൽ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്ത ഒരു ക്ലിനിക്കിൽ, ആൻറ്റിവനം ഉള്ള ഒരു ക്ലിനിക്കിൽ നമ്മൾ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ പണ്ടൊക്കെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള പ്രാഥമികമായ അവബോധം കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പോഴും സംഭവങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും വെപ്രാളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ സൂക്ഷിച്ച്, അതായത് നമ്മളിപ്പോൾ ഇറുക്കി കെട്ടണമെന്ന് പറയുന്നു കടിയേറ്റതും തൊട്ടുമുകൾ, പക്ഷേ അങ്ങനെ അങ്ങ് ഇറുക്കി കെട്ടാൻ പാടില്ല. അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ആ ഭാഗം ഒരു പക്ഷേ പിന്നെ കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഒരു വിരൽ കടത്താൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അതിനെ ടൈറ്റ് ചെയ്ത് കെട്ടാവുള്ളൂ എന്ന് പറയും. പിന്നെ ഒരു ബോധക്ഷയം അനുഭവപ്പെടുന്ന രീതിയിലേക്ക് ഈ പേഷ്യൻ്റ്, ഈ കടിയേറ്റ വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. അങ്ങനെ ഒരുപാട് ചെറിയ നുറുങ്ങുകൾ നമുക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് പെട്ടെന്ന് കടിയേറ്റാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമ്മളെപ്പോഴും എല്ലാ രക്ഷിതാക്കളും അത് മനസ്സിലുണ്ടായിരിക്കണം. ഇതേക്കുറിച്ച് നമ്മളൊരു അവബോധം സമൂഹത്തിൽ പൊതുവെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അവബോധം നൽകുക എന്നതാണ് പ്രധാനമായും. ഫുഡ് വേസ്റ്റ് നമ്മുടെ ചുറ്റുപാടുകൾക്കടുത്ത് ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. അത് ഈ പാമ്പിന് മാത്രമല്ല, ഈ പട്ടികളെ വളർത്തുന്ന പട്ടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പേപ്പട്ടികളുണ്ടാകും, ഇതെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനമാണ്. ഫുഡ് വേസ്റ്റ് അതിൻ്റെ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ മണ്ണിൽ കുഴിച്ചിട്ട് അത് അഴുകി ചീഞ്ഞ് എടുക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പ്രധാനമായും മാറണം. ഈ ഫുഡ് വേസ്റ്റ് കഴിക്കാൻ സ്വാഭാവികമായിട്ടും എലികളൊക്കെ വരും, തീർച്ചയായും പിന്നാലെ പാമ്പും ഉണ്ടാകും.
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും നമുക്ക് ചുറ്റുപാടും വീടിനുള്ള ചുറ്റുപാടും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൂട്ടിയിടുക, കൊതുമ്പ്, ചിരട്ട അല്ലെങ്കിൽ മറ്റ് അരകല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടിനോട് ചേർത്തിടുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കണം. വീടിനകത്ത് നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ അവിടെ ക്ലിയർ ആയിരിക്കണം. ഒരു നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഞാനൊരിടത്ത് വായിക്കുകയുണ്ടായി, ഈ കൊതുകുവലയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഇത് നമുക്ക് അത് പ്രതിരോധിക്കാനാകുമെന്നുള്ളത്. ഏറ്റവും പ്രാഥമികമായി പ്രത്യേകിച്ച് നിലത്തൊക്കെ കിടക്കുന്നതാണെങ്കിലും അവൻ കട്ടിൽ കിടക്കുന്നത് കൊതുകുവല നന്നായിട്ട് കയറുമ്പോൾ ഏറ്റവും ഇങ്ങനെയുള്ള ഇഴജന്തുക്കൾ എത്ര ചെറുതാണെങ്കിലും അതിന് കയറാൻ സാധിക്കില്ല. അത് ഒരു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്നാമത് വല്ലാത്ത ചൂടാണ്. നമുക്ക് ഫാൻ ഈ ജനലൊക്കെ തുറന്ന് കിടക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് മിക്കവാറും ആളുകൾ ഇങ്ങനെ ജനലും ഒക്കെ തുറന്നിട്ടിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. ഇതും ഒരു പരിധിവരെ ഇത്തരത്തിൽ ഈ തണുപ്പ് തേടി ശീതരക്തമായി ഈ ജീവി തണുപ്പ് തേടി എത്തുന്നതാണ് ഈ മുറിക്കകത്തേക്ക്. സ്വാഭാവികമായും അതിനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആക്രമണ ഭീഷണി ഉണ്ടെന്ന് തോന്നുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്പർശമേറ്റാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ഒരു പക്ഷേ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനം സമാനതകളില്ലാത്ത ഉഷ്ണതരംഗത്തിന്റെ പിടിവള്ളിയിലാണ്. 40 ഡിഗ്രിക്ക് മുകളിലും ചൂട് കടന്നപ്പോൾ വെറും ഒരു വേനൽക്കാലത്തിനപ്പുറത്ത് ഗൗരവതരമായ ഒരു കാലാവസ്ഥാ പ്രതിസന്ധിയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ വിവരങ്ങളെ മാത്രം ആശ്രയിച്ച് ജാഗ്രത കൈവിടാതെ ഒറ്റക്കെട്ടായി ഈ ചൂടിനെ അതിജീവിക്കാൻ മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. തീർച്ചയായും മുൻകരുതലെടുക്കുക, ജാഗ്രത പാലിക്കുക. ഇനി പാമ്പുകടി ഏറ്റാൽ തന്നെ ആൻറ്റിവെനമുള്ള ആശുപത്രികൾ തേടി അലയേണ്ട. കനിവിൻ്റെ 108 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷയും ചികിത്സയും ഒക്കെ നിങ്ങളെ തേടിയെത്തും. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ്. പോയ വാരം വിപണിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നഷ്ടത്തിലായിരുന്നു പോയ വാരം വ്യാപാരം അവസാനിപ്പിച്ചത്. ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിച്ചെങ്കിലും അവസാന ദിവസങ്ങളായപ്പോൾ നഷ്ടം തുടർന്നു. ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവും, ഒപ്പം തന്നെ US ഇറാൻ സമാധാന ചർച്ച ഇടയ്ക്കിടെ ഉണ്ടായേക്കാവുന്ന ചില ആശങ്കകളെല്ലാം കൂടെ വിപണിയിലെ വലിയൊരു നഷ്ടത്തിലേക്ക് നീക്കുമായിരുന്നു. പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നതായി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയ്ക്ക് മറികടക്കുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളതും വിപണിയിലെ വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പല ദിവസങ്ങളിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗണ്യമായ കുറവായിരുന്നു. അതിൻ്റെ പ്രതിഫലനവും ഉണ്ടായി. മാത്രമല്ല, ഉയർന്ന നിലവാരത്തിൽ ചെറുകിട നിക്ഷേപകർ ലാഭമെടുക്കാൻ കാണിച്ച പ്രവണതയും വിപണിയിലെ വീഴ്ചയ്ക്ക് കാരണമായി. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്കും വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായില്ല. പ്രത്യേകിച്ചും IT മേഖലയിൽ ഇൻഫോസിസിന്റെ പ്രവർത്തന ഫലം വലിയ ഒരു അളവിൽ IT മേഖലയിലാകെ ഒരു നഷ്ടത്തിന് വെള്ളിയാഴ്ച കാരണമാവുകയും ചെയ്തു. ഇങ്ങനെ പല ഘടകങ്ങൾ. ശരി, പോയ വാരത്തെ വിപണിയെ വിലയിരുത്തുകയായിരുന്നു കെ ദിലീപ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വിറ്റുവരവ് നേടി മൈജി. 5500 കോടി രൂപയുടെ വിറ്റുവരവാണ് മൈജി സ്വന്തമാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കാനും മൈജി ലക്ഷ്യമിടുന്നുണ്ട്. 5000 കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിട്ടതെങ്കിലും 5500 കോടി രൂപയുടെ വിറ്റുവരവാണ് മൈജിക്ക് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഓണം വിപണിയിൽ മാത്രം 1600 കോടിയാണ് മൈജിയുടെ വിറ്റുവരവ്. 2026-27 സാമ്പത്തിക വർഷമാകുമ്പോൾ അത് 7500 കോടി രൂപയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് മൈജി. ഞങ്ങളുടെ ഈ വർഷത്തെ വിറ്റുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 7500 കോടിയാണ്. അപ്പോൾ 2026-27 ഞങ്ങൾ വലിയ പ്ലാനുകളാണ് കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ മൈജിയുടെ ഷോറൂമുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 5800 എന്ന് പറയുന്ന എംപ്ലോയിയുടെ കൗണ്ട് ഞങ്ങൾ 10,000-ലേക്കാണ് ഞങ്ങൾ ഈ വർഷത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മൈജി തയ്യാറെടുക്കുന്നുണ്ട്. പുതിയതായി 50ഓളം ഷോറൂമുകൾ തുറക്കാനും മൈജി ലക്ഷ്യമിടുന്നുണ്ട്. വലിയ കളക്ഷനും ലൈവ് എക്സ്പീരിയൻസുമായി എത്തുന്ന എപ്പിക് ഷോറൂമുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ലോയിഡ് ലക്ഷൂറിയ കമ്പനിയുടെ സ്റ്റെനൈസർ AC-യുടെ പുതിയ കളക്ഷന്റെ ലോഞ്ചിങ് പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ നിർവഹിച്ചു. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് സ്വയം അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഓൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫീച്ചറും ഈ AC-യിലുണ്ട്. ദാറ്റ്സ് സംതിങ് വെരി ന്യൂ. അപ്പം ഐ എം വെരി ഷുവർ മാർക്കറ്റിൽ ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ആയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.
കാസർഗോഡ് കമ്മാടം പള്ളിയിൽ ഉറൂസ് ആരംഭിക്കണമെങ്കിൽ ക്ഷേത്രപ്രതിനിധി എത്തി മഖാം വാതിൽ തുറക്കണം. തുടർന്ന് ദീപം തെളിയിക്കണം. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചടങ്ങുകൾ മതസൗഹാർദ്ദത്തിന്റെ കൂടി കാഴ്ചയാണ്. കമ്മാടം പള്ളിയിൽ മഖാമുറൂസ് തുടങ്ങുന്നത് പെരട്ടൂർ കൂലം ക്ഷേത്ര പ്രതിനിധികളെത്തി മഖാമിന്റെ വാതിൽ തുറന്ന ശേഷം ദീപം തെളിയിക്കുന്നതോടെ 300 വർഷങ്ങൾക്കപ്പുറമുള്ള ഹിന്ദു മുസ്ലിം സാഹോദര്യ ബന്ധത്തെ ചടങ്ങുകളിലൂടെ മുറുകെ പിടിക്കുന്നതിന്റെ അപൂർവ കാഴ്ചയാണ് പള്ളി അങ്കണത്തിൽ കണ്ടത്. പെരട്ടൂർ കൂലോത്തിന്റെ പ്രതിനിധി ഉറൂസിനായി ദക്ഷിണയും നൽകുന്നു. തുടർന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര പ്രതിനിധിക്ക് പഴക്കുലയും പൊരിയും നൽകുന്നു. ഇതെല്ലാം പുതുതലമുറയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെ വിലപ്പെട്ട കാഴ്ചകളാണ്. ഭഗവതിയുടെ ആഗമന സമയത്ത് ഷെയ്ഖന്മാരും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഐതിഹ്യം. ബാങ്കും വെളിച്ചവും മുടക്കരുതെന്ന് പെരട്ടൂർ കൂലോത്തെ ഭഗവതിയുടെ മൊഴിയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴും വന്നാലും ഇടുന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ കമ്മാടത്തി ഏക്കന്മാരെ ബാങ്കും വെളിച്ചവും മുടക്കാൻ പാടില്ല നഗര് എന്ന രീതിയിലാണ് ഇവിടുന്ന് മൊഴി പറയുന്നത്, വെളിച്ചപ്പാട്. അപ്പോൾ അത് കേട്ട് ഇവിടുന്ന് കോയിനും മേടിച്ച് കുറിയും മേടിച്ച് അങ്ങോട്ട് പോകുന്ന സ്ഥിതിയാണില്ലേ. കമ്മാട മഖാമിലെ ഉറൂസ് ആരംഭം ക്ഷേത്രം പ്രതിനിധികളുടെ സാന്നിധ്യത്താൽ സവിശേഷമാർന്നതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഉറൂസിൻ്റെ മഖാമിൻ്റെ ഡോറ് തുറക്കുന്നതോടു കൂടിയാണ് ഉറൂസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതുപോലെ തന്നെ പൂരം നാളിൽ പൂരം കുളി അന്ന് ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളും അവരും അവിടെ പോകലും പിന്നെ അങ്ങനെ അവരവിടെ നിന്ന് നമുക്ക് കോഴിയും അതുപോലെ തന്നെ അരിയൊക്കെ പിന്നെ തരും. മഖാമിലെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം മതഭേദമന്യേ വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഷെയ്ഖുമാരുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിൽ ക്ഷേത്രത്തിനകത്ത് തറകെട്ടി നിത്യദീപം തെളിയിച്ചുള്ള ആരാധനയുമുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. വാൽപ്പാറ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാർ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നു. വാൽപ്പാറ ദുരന്തം നടന്ന് 8 ദിവസം പിന്നിട്ടിട്ടും അപകടത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതും ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാത്തതുമാണ് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാക്കുന്നത്. കുറുവ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും അനുകൂല നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും MLA മഞ്ഞളാംകുഴിയാലി പറഞ്ഞു. സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം പ്രധാനമായും സർക്കാരിൽ നിന്നോട് വീണ്ടും ആവശ്യപ്പെടുക, നമ്മുടെ നിർബന്ധമായിട്ട് സർക്കാർ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുക. അതുപോലെ തന്നെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക, ഏകീകരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിയമസഹായങ്ങൾ പിന്നെ വേണം, പിന്നെ ഇൻഷുറൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മരണപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ആശ്രിതർക്ക് ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ധനസഹായത്തിനു കാത്തുനിൽക്കാതെ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്താനും യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ടണൽ ഫോസ്റ്റർ കെയർ ഒരു സ്കീമാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പാചക തൊഴിലാളി സാജിയുടെ മകൻ്റെ ചികിത്സയും അതുപോലെ തന്നെ അവൻ്റെ ഭാവിയിലെ അവൻ്റെ പഠന ചെലവിനും അവൻ്റെ വിദ്യാഭ്യാസത്തിനും എല്ലാം, ഏത് വിദ്യാഭ്യാസവും അതിൻ്റെ ഭാവിയിലുള്ള ഏത് കാര്യവും അവർ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. നൗഷാദിൻ്റെ കുടുംബത്തിനുള്ള ആ വീടിൻ്റെ നിർമ്മാണവും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. കുരുന്നുകളുടെ കഥകളും കവിതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുസ്തകം പുറത്തിറക്കി നടക്കാവ് അർബൻ റിസോഴ്സ് സെന്റർ. രചനകൾക്ക് നിറം പകർന്നത് ഭിന്നശേഷിക്കാരായ കൊച്ചു കലാകാരന്മാരാണ് എന്ന പ്രത്യേകതയും പുസ്തകത്തിനുണ്ട്. വിദ്യാർത്ഥികൾ രചിച്ച 100-ലധികം കഥാകവിതാ സമാഹാരങ്ങൾ, അതിന് നിറം പകർന്നത് ഭിന്നശേഷിക്കാരായ കുരുന്നുകളും. ഇതാണ് കൂട്ടുകാർ എന്ന പുസ്തകം. സ്കൂളുകളിൽ നടത്തിയ സാഹിത്യ ക്യാമ്പിൽ വിദ്യാർത്ഥികൾ രചിച്ച കഥാകവിതാ സമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത രചനകളിൽ നിന്നാണ് കൂട്ടുകാർ പിറന്നത്. നടക്കാവ് അർബൻ റിസോഴ്സ് സെന്ററാണ് പുസ്തകം പുറത്തിറക്കിയത്. ഭിന്നശേഷിക്കാരായ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ഒരു രചനകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ മുഖേന വിദ്യാലയങ്ങൾ വർക്ക് ചെയ്യുന്ന പൊതുവിദ്യാലയങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഖേന കളക്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇതൊരു ഇങ്ങനെയൊരു ഇൻപുട്ടാക്കി മാറ്റിയിട്ടുള്ളത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ വായിച്ചു കൊടുക്കുന്ന കഥകളും കവിതകളും കേട്ട് മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ കടലാസുകളിലേക്ക് പകർത്തും. ഒരു
പോയം തന്നിരുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം വേണമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഒരു പൂക്കൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള ആണ് വരച്ചത്. തന്റെ രചനകൾ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് കുരുന്നുകൾ. തത്തമ്മേനെ കുറിച്ചാണ് ഈ കവിത ഉണ്ടാക്കിയത്. ഈ കവിത ബുക്കിൽ അച്ചടിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇനിയും കവിത എഴുതും. ഞാൻ ഇപ്പോൾ എഴുതിയ കവിത ഒരു ബുക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. കവിത പൂന്തോട്ടത്തിൽ കുറച്ചാണ്. പുസ്തകത്തിന്റെ കവർ ചിത്രം വരച്ചതും വിദ്യാർത്ഥികൾ തന്നെ. 69 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എഴുതിയ കഥാ കവിതാ സമാഹാരങ്ങളും ചിത്രങ്ങളും മറ്റു കുരുന്നുകൾക്കും പ്രചോദനമാണ്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് എടുത്തത്. സായ് സുദർശന്റെ സെഞ്ചുറിയാണ് ഗുജറാത്തിനെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ RCB 18.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ എന്നിവരുടെ മികച്ച ഇന്നിംഗ്സുകളാണ് RCBക്ക് ജയമൊരുക്കിയത്. 7 മത്സരങ്ങൾ പൂർത്തിയാക്കിയ RCB 10 പോയിന്റുമായി 2ാം സ്ഥാനത്താണിപ്പോൾ. 6 പോയിന്റുമായി ഗുജറാത്ത് 7ാം സ്ഥാനത്തും. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. 3:30 ഡൽഹി പഞ്ചാബിനെയും 7:30 രാജസ്ഥാൻ ഹൈദരാബാദിനെയും നേരിടും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.